അള്ളാഹു അവനോട് ചേർത്ത് പറഞ്ഞ, അവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ അതേ സ്വരത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ കുടുംബത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 6 ഖുതുബകളിൽ നിങ്ങളെ കേൾപ്പിച്ചത്. വിവാഹവുമായി ബന്ധപ്പെട്ട്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട്, മക്കളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇസ്ലാം അതിൽ ഏറ്റവും പ്രധാനമായി നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, മക്കളെ അവരുടെ പ്രായമറിഞ്ഞ് പെരുമാറുക എന്നതായിരുന്നു. മക്കളെ അവരുടെ പ്രായമനുസരിച്ച് നമ്മൾ 3ആയി തിരിക്കുകയും അതിൽ 1ഉം 2ഉം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അവരോട് ഇടപഴകേണ്ടതെന്ന് കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട് ദീന് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3ാമത്തെ ഒരു കാര്യം, മക്കൾ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള അവരുടെ കാലത്തെ സംബന്ധിച്ചിട്ടാണ്. നമ്മൾ സാധാരണ ടീനേജ് എന്ന് പറയുന്ന, സിന്നുൽ മുറാഹഖ എന്ന് അറബിയിൽ പറയുന്ന ഈ പ്രായം ഏറെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമാണ്. ഇമാം ഗസാലി ഈ പ്രായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മാതാപിതാക്കൾ മക്കളോട് കുൻ ജമീലൻ ലഹു, കൂട്ടുകാരെ പോലെ പെരുമാറേണ്ടുന്ന കാലം എന്നാണ് വിശദീകരിച്ചത്. അഥവാ ആ പ്രായം എത്തുമ്പോഴേക്കും മക്കൾക്ക് മാതാപിതാക്കളോട് എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരു സൗഹൃദം മക്കളും മാതാപിതാക്കളും തമ്മിലുണ്ടാവണം എന്നാണ് ഇമാം ഗസാലി ഓർമ്മപ്പെടുത്തുന്നത്. മക്കൾ പ്രതികാരം ചെയ്യുന്ന ഒരു കാലമാണത് എന്നാണ് പറയുന്നത്. ആദ്യം ഭയമുള്ള കാലഘട്ടത്തിൽ നിന്ന്, പ്രതികരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് റിവഞ്ച് എന്ന് പറയുന്ന പ്രതികാര ബുദ്ധി ഉണ്ടാവുന്ന കാലമാണ് ഈ പ്രായം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിലെ ഈ ജുവനൈൽ ഹോമുകളിൽ കുട്ടിക്കുറ്റവാളികൾ എത്തപ്പെടുന്ന, പ്രത്യേകം ജുവനൈൽ ഹോമുകളിൽ ഏറ്റവും അധികം എത്തുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കളോടൊന്നും തുറന്നു പറയാൻ കഴിയാത്ത, വീർപ്പുമുട്ടുന്ന, എന്നാൽ അവരെ കേൾക്കാൻ കഴിയുന്ന ആരുടെയും കൂടെ പോകുന്ന ഒരു കാലമാണ് ഇത് എന്നത് നമ്മൾ മനസ്സിലാക്കിയേണ്ടുന്ന ഒരു പ്രായമാണ്. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് വലിയ സന്തോഷത്തോടു കൂടി സ്കൂളിൽ നിന്നും മടങ്ങി വന്നു. ഈ കുട്ടിയുടെ കയ്യിലൊരു കത്തുണ്ട്. ഈ കത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ കുട്ടി പറഞ്ഞു, ഇത് ടീച്ചർ തന്നതാണ്, വേറെ ആരെയും കാണിക്കരുത്, മോന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കത്ത് കൊടുക്കുന്നത്. ഈ കത്ത് വായിച്ച അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ അമ്മ അത് കുട്ടി കേൾക്കുന്ന സ്വരത്തിൽ, ഒച്ചത്തിൽ വായിച്ചു. നിങ്ങളുടെ മകൻ വളരെ ബുദ്ധിമാനും മിടുക്കനുമാണ്. ഈ സ്കൂൾ നിങ്ങളുടെ മകനെ പോലൊരു പ്രതിഭയെ പഠിപ്പിക്കാൻ മാത്രം വലുതല്ല. അവനെ പഠിപ്പിക്കാൻ തക്ക ശേഷിയുള്ള അധ്യാപകർ ഇവിടെയില്ല. അതുകൊണ്ട് മകനെ നിങ്ങൾ വീട്ടിലിരുത്തി താങ്കൾ തന്നെ പഠിപ്പിക്കുക എന്നായിരുന്നു അമ്മ വായിച്ച കത്തിലുള്ളത്. അന്നു മുതൽ ആ അമ്മ മകനെ സ്കൂളിൽ വിടാതെ വീട്ടിലിരുത്തി സ്വയം പഠിപ്പിക്കാൻ തുടങ്ങി.
അമ്മയുടെ പ്രേരണയും പിന്തുണയും കൊണ്ട് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തം നടത്തിയ ഒരു വലിയ ശാസ്ത്രജ്ഞനായി ആ കുട്ടി മാറി. ശാസ്ത്രജ്ഞൻ നിങ്ങൾക്കറിയാം, തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ബൾബും ഫോണും ഉൾപ്പെടെ ഏതാണ്ട് 1100 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനായിരുന്നു എഡിസൺ. ഈ കുട്ടിയുടെ അമ്മ മരിച്ചു വർഷങ്ങൾക്ക് ശേഷം എഡിസൺ തന്റെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച മുറി പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ഒരു പെട്ടി ശ്രദ്ധയിൽപ്പെട്ടു. ആകാംക്ഷയോടുകൂടി എഡിസൺ ആ പെട്ടി തുറന്നപ്പോൾ പണ്ട് ടീച്ചർ കൊടുത്തുവിട്ട കത്ത് അതിലിരിക്കുന്നുണ്ട്. ടീച്ചർ അന്ന് തന്നെ കുറിച്ച് പറഞ്ഞ ആ വലിയ കാര്യങ്ങൾ ഒന്നുകൂടി വായിക്കാനുള്ള ആവേശത്തിൽ ആ കത്ത് തുറന്ന് എഡിസൺ അത് വായിക്കുന്നുണ്ട്. പക്ഷെ ആ കത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മകൻ മാനസികമായി മന്ദബുദ്ധിയാണ്. അവനെ ഇനി ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ സാധ്യമല്ല. സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. കത്ത് വായിച്ച എഡിസൺ വിതുമ്പിക്കരഞ്ഞു. പിന്നീട് തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചു: ഒരു മികച്ച അമ്മ മാനസിക വളർച്ചയില്ലാത്ത ഒരു കുട്ടിയെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിഭയാക്കി മാറ്റി എന്നാണ് എഡിസൺ അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായഭേദമന്യേ അവർക്ക് നൽകേണ്ടുന്ന ചില വികാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്നേഹം മക്കൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിലാണ് സ്നേഹമുള്ളത്. പലപ്പോഴും അത് പ്രകടിപ്പിക്കാനോ മക്കൾക്ക് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനോ സാധ്യമല്ലാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധ്യം, ഈ ദുനിയാവിൽ അവന്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ കളങ്കമില്ലാതെ സ്നേഹിക്കുന്ന മറ്റൊരാളും ഇല്ല എന്ന ഒരു തിരിച്ചറിവാണ്. അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന, അവരുടെ വേദനയിൽ സങ്കടപ്പെടുന്ന മാതാപിതാക്കളോളം വരുന്ന മറ്റാരുമില്ല എന്ന ഒരു ബോധ്യം മക്കൾക്കുണ്ടാവണം. ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ മക്കൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നാണ് നമ്മുടെ സ്നേഹം. നാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാറുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്, ഭൗതികമായ അവരുടെ ആവശ്യങ്ങൾ സാധ്യമാകുന്ന രീതിയിൽ നിറവേറ്റാറുണ്ട്. അതേസമയം ഇങ്ങനൊരു ബോധ്യം എൻ്റെ മകനോട് അല്ലെങ്കിൽ എൻ്റെ മകളോട് എൻ്റെ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ അവനെ സ്നേഹിക്കുന്ന മറ്റാരും ഈ ലോകത്തില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്ന് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 18 വയസ്സ് നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ നമ്മുടെ ക്യാമ്പസുകളിൽ ചെല്ലുമ്പോൾ ഇന്നലെ കണ്ട ഒരു കുട്ടി അവനെ ചിരിച്ചു കാണിച്ചു, അല്ലെങ്കിൽ അവളോടൊരു കുശലം ചോദിച്ചു, അല്ലെങ്കിൽ ടൂറ് പോയപ്പോ ഒരു ചായ വാങ്ങി കൊടുത്തു. പിന്നെ അവർ തമ്മിലുള്ള ബന്ധം വളർന്ന് വികസിച്ചു. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ഇത്രയും കാലം വളർത്തിയ മാതാപിതാക്കളെ വിട്ടുകൊണ്ട് അവൾ അവന്റെ കൂടെ പോകും. നമ്മൾ വീട്ടിൽ കരച്ചിലും പിഴിച്ചിലുമായി കോടതി ചെല്ലുമ്പോൾ പെൺകുട്ടി പ്രായപൂർത്തിയായി, അതുകൊണ്ട് പ്രായപൂർത്തിയായ കുട്ടിക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് കോടതി നമ്മളെ മടക്കി. വളരെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം ഇത്രയും കാലം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവരുടെ പുറകെ നടന്ന് നമ്മളെ
ഒരു സുപ്രഭാതത്തിൽ കണ്ട ഏതോ ഒരു പയ്യന്റെ കൂടെ പോകാൻ നമ്മളെ ഒഴിവാക്കിയത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടായിരുന്ന ഒരു അവസരം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതാണ് ഇമാം ഗസാലി പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏതൊരു കുട്ടിയും അവന്റെ രഹസ്യങ്ങൾ തുറന്നു പറയുക അവന്റെ കൂട്ടുകാരോടായിരിക്കും. ഇമാം ഗസാലി പറയുന്നത് കുൻ ജമീലൻ ലഹു, ആ പ്രായത്തിൽ അവരോട് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു കൂട്ടുകാരനെ പോലെ അവരോട് പെരുമാറാൻ പറ്റുന്ന, അവളോട് പെരുമാറാൻ പറ്റുന്ന ഒരു ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമാണ്. ആ സുഹൃത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞ അനുഭവമാണ്. മകനെ കുറിച്ചാണ് ഈ ആള് പരാതി പറയുന്നത്. ആള് പറയുന്നത്, സാഹിബ് മകൻ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? അത് അവന് എന്നോടൊരു സ്നേഹവും കാണിക്കുന്നില്ല. ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവനുണ്ടെങ്കിൽ അവൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യായിരിക്കും. ഞാൻ ചെന്നോളാൻ അവിടെ നിന്ന് മെല്ലെ മാറിക്കളയും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ ഉമ്മയോടെ പറയൂ, എന്നോട് പറയാറില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ചെന്നാൽ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി ഇപ്പുറത്തിരിക്കും. ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ച് മാറിപ്പോകും. എനിക്ക് എൻ്റെ മകനെ എത്ര വലിയ സ്നേഹമാണെന്നോ എന്ന് പറഞ്ഞിട്ട് അയാള് തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പേഴ്സ് എടുത്തിട്ട് ഈ സുഹൃത്തിനെ കാണിക്കാം. അപ്പൊ ആ പേഴ്സിൽ ഈ കുട്ടിയുടെ മകന്റെ ഒരു 3 വയസ്സിലുള്ള ഫോട്ടോ ഉണ്ട്. എന്നിട്ട് ആള് പറയുകയാണ്, എൻ്റെ മകനോടുള്ള സ്നേഹം എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഈ ഫോട്ടോയിൽ ഉമ്മ വെക്കാതെ ഒരു ദിവസം പോലും ഞാൻ ആരംഭിക്കാറില്ല എന്നാണ് ആ പിതാവ് പറഞ്ഞത്. അപ്പൊ പിതാവിന്റെ മകനോടുള്ള ഈ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ മകനെ കാണാൻ ചെന്നപ്പോ വാപ്പയുടെ സ്നേഹത്തിന്റെ ആഴം കാണിക്കാൻ വേണ്ടിയിട്ട് എന്റെ വാപ്പയുടെ പേഴ്സിലൊരു ഫോട്ടോ ഉണ്ട്, നിന്റെ ചെറുപ്പകാലത്തെ. ആ മനുഷ്യൻ ആ ഫോട്ടോയിൽ ചുംബിച്ചിട്ടല്ലാതെ ഒരു ദിവസവും മുന്നോട്ട് പോവുകയില്ല എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞു, ആ മകൻ പറഞ്ഞു, ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. എന്റെ വാപ്പ എന്തിനായി ഈ പേഴ്സിലുള്ള ഫോട്ടോ ചുംബിക്കുന്നത്? ഞാൻ തന്നെ ജീവനോടെ ഇരിക്കല്ലേ, ഞാൻ വീട്ടിലുണ്ടല്ലോ. ഞാൻ ജീവനോടെ ഇരിക്കെ വാപ്പയുടെ മുന്നിലുണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് എന്റെ വാപ്പ പേഴ്സിലെ ഫോട്ടോയിൽ ഉമ്മ വെക്കുന്നത്? എന്നെ ഉമ്മ വെച്ചുകൂടെ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്നോടൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ മക്കളെ ഉമ്മ വെച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ചെറിയ കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു 10-21 വയസ്സ് പ്രായമുള്ള മുതിർന്ന മക്കളെ ചുംബിച്ചിട്ട് അവരെ ആലിംഗനം ചെയ്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? അവരോടൊന്ന് സലാം പറഞ്ഞിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഞാൻ വിചാരിക്കുന്നു ബഹുഭൂരിപക്ഷവും പറയും അങ്ങനെയില്ല. അത് മുതിർന്ന പിള്ളേര് നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്. അവർ മുതിരുന്നതോടുകൂടി അവർ നമ്മുടെ മക്കളല്ലാതായിത്തീരുന്നുണ്ടോ? ഒരു കുട്ടി മുതിർന്നാൽ പിന്നെ അവൻ നമ്മുടെ മക്കളല്ല, നാം അവരുടെ മാതാപിതാക്കളല്ല എന്ന് തീരുന്നുണ്ടോ? ഒരിക്കലുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ പറയും, എന്റെ വാപ്പ എന്റെ പേര് പൂർണ്ണമായും വിളിക്കുമായിരുന്നില്ല. ഫാത്തിമ പറയുന്നതാണ്, എന്റെ പേര് പൂർണ്ണമായും വിളിക്കുമായിരുന്നില്ല. എന്റെ നെറുകയിൽ ചുംബിച്ചിട്ടല്ലാതെ എന്നോട് ഒരു വർത്തമാനവും എന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മകൾ ഫാത്തിമ പറയുന്ന ഒരു കാര്യം. നമ്മുടെ മക്കളത് അനുഭവിക്കണം. നമ്മുടെ മക്കളത് അനുഭവിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആരാണോ സ്നേഹം കൊടുക്കാൻ തോന്നുന്നത്, ആരാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അവരുടെ കൂടെ പോകും. ഒരു സംശയ കാര്യത്തിലില്ല. അവരോട് അവരുടെ രഹസ്യങ്ങൾ പറയൂ. അത് ഇന്നലെ കണ്ട ആളാണെന്നോ മിനിഞ്ഞാന്ന് കണ്ട ആളാണെന്നോ ഇത്രയും കാലം എന്റെ പോറ്റിയ വാപ്പയെ ഒഴിവാക്കിയിട്ടാണെന്നോ എന്നും ഒരു മക്കളും ചിന്തിക്കാറില്ല. അഖ്റ ബിൻ ഹാബിസ് എന്ന് പറയുന്ന ഒരു സഹാബി പറയുകയാണ്, ഞാൻ റസൂലിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ റസൂല് തന്റെ മകളെ ഇങ്ങനെ ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല താങ്കൾ ഇങ്ങനെ കുട്ടികളെയൊക്കെ ഉമ്മ വെക്കുമോ? അപ്പൊ റസൂല് ചോദിക്കുന്നതാണ്,
ഈ അഖ്റ ബിൻ ഹാബിസ് റസൂലിനോട് പറയുന്നുണ്ട്, ഇന്നലി അശറത്തുൻ, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ, ഞാൻ ഈ ചെറിയ പരിപാടിക്കുന്ന നടക്കാറില്ല, ഈ കൊച്ചുങ്ങളെ ഉമ്മക്കുന്ന പരിപാടിക്കുന്നത് ഞാൻ നടക്കാറില്ല. റസൂൽ തിരിച്ചു ചോദിച്ച ചോദ്യം, അവ അംലിക്കു അൻ നസഅല്ലാഹു മിൻ ഖൽബിക റഹ്മ, നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് റസൂലിന്റെ മറുപടി. സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരെ പറയുന്നുണ്ട്, മല്ലാ യർഹമു ലാ യുർഹം, കാരുണ്യം കാണിക്കാത്തവന് തിരിച്ചു കാരുണ്യം കിട്ടുകയേ ഇല്ല. അപ്പൊ സ്നേഹം എന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ് എന്നാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ അത് അർഹിക്കുന്നുണ്ട്, അവരേത് പ്രായത്തിലും അത് അർഹിക്കുന്നുണ്ട്. അവർ മുതിരുന്നു എന്നത് ഒരു വിഷയമേ അല്ല. നമ്മുടെ ഒരു തലോടൽ, നമ്മളെ അവരെ ഒന്ന് ചേർത്തു പിടിക്കൽ, നമ്മൾ അവരെ ഒരു ഉമ്മ വെക്കൽ, അവരോട് നമ്മളൊരു സലാം പറയൽ, അവരുടെ വിശേഷങ്ങൾ തിരക്കൽ, ഇത് വളരെ പ്രധാനമാണ്. മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കൈമാറ്റം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിന്റെ കൈമാറ്റമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. രണ്ടാമത്തേത് പരിഗണനയാണ്. എന്താ പരിഗണന എന്ന് പറഞ്ഞാല്, ഓരോ മക്കൾക്കും ഒരു വ്യക്തിത്വമുണ്ട്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ അത് സൂചിപ്പിച്ചതാണ്. അവർ അവരെ പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ വളരെ ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഒക്കത്ത് കുട്ടികളെ ഇരുത്തിക്കൊണ്ട് മറ്റാരോടെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയോ എന്തെങ്കിലും സംസാരിച്ചാൽ അവൻ മെല്ലെ കൈകൊണ്ട് നമ്മുടെ മുഖത്താണ്ടാക്കും. നമ്മളത് ശ്രദ്ധിക്കാതെ വേറെ ആളോടെങ്കിലും എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ അവൻ കൈകൊണ്ട് മെല്ലെ നമ്മുടെ മുഖം തിരിക്കുന്ന കാണാം. അല്ലെ അവർ നമ്മളോട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേൾക്കാനുള്ള സന്നദ്ധത എന്താണ്? സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. ചെറിയ പ്രായത്തിൽ, ഒരു 7, 8, 9 വയസ്സൊക്കെ പ്രായത്തിൽ ഇവരിങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ യാത്ര ചെയ്യുമ്പോഴോ ഉമ്മ അടുക്കളയിൽ പണിതെടുത്തോണ്ടിരിക്കുമ്പോഴേക്ക് കുട്ടിയോട് പറഞ്ഞു, ഉമ്മ ഇന്ന് ഭയങ്കര ഒരു സംഭവം നടന്നു സ്കൂളിൽ. അപ്പൊ ഉമ്മ ഇങ്ങനെ വേറെ എന്തൊക്കെ എടുത്തോണ്ടിരിക്കും, നീ പോവണ്ടേ, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയും. അപ്പോളിങ്ങനെ അവളുടെ സംഭവം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ സ്കൂളിലേക്ക് ഒരു വലിയ പൂമ്പാറ്റ കയറി വന്നു. ആ പൂമ്പാറ്റ വന്ന് ഞങ്ങളുടെ എന്റെ ബെഞ്ചിലിരുന്നു, ഡെസ്കിലിരുന്നു. പിന്നെ ടീച്ചർ വന്ന് തൊട്ടപ്പോഴേക്കും ആ പൂമ്പാറ്റ പറന്നു. എന്നിട്ട് പോയി ഭിത്തിയിലിടിച്ചു, പൂമ്പാറ്റ താഴെ വീണു. ഇതൊന്നും കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടാവില്ല. നമ്മൾ ഭയങ്കര മുതിർന്ന ആളുകളല്ലേ. ആ കുട്ടി എന്താ തിരിക്കുക? ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു സന്മനസ് പോലും എന്റെ മാതാവ് അല്ലെങ്കിൽ എന്റെ പിതാവ് കാണിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ് വളരെ ബോധപൂർവം നമ്മൾ അവരുടെ ഉള്ളിലിട്ട് കൊടുക്കുന്നത്. പരിഗണിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇത് മുതിർന്നവർക്കും ഈ ഒരു വിഷയം ബാധകമാണ്. ഞാൻ ഒരിക്കലും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആൾദൈവത്തിന്റെ ഓഫീസിലും അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഭയങ്കര വലിയ ക്യൂ ആണ്. ഈ ക്യൂ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ ക്യൂ നിന്ന് ഞങ്ങൾ വിചാരിച്ചത് ഈ ക്യൂ എന്ന് പറയുന്നത് ഈ അവരുടെ ആശ്രമത്തിലേക്ക് കയറാനുള്ള ക്യൂ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ ക്യൂ നിന്ന്. നമ്മൾ ആശ്രമമൊക്കെ ഒന്ന് കണ്ടുപോരാം എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. നമ്മൾ ക്യൂ നിന്ന് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ആശ്രമത്തിലേക്കുള്ള ക്യൂ അല്ല, അമ്മയെ ആലിംഗനം ചെയ്യാനുള്ള ക്യൂ ആണ്. ഞങ്ങൾ പെട്ടെന്ന് ആ ക്യൂ ഇറങ്ങി മാറി. അപ്പൊ അവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ഒന്നും നടക്കുന്നില്ല. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, പല നാട്ടിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഒരു അമ്മ അവരെ അങ്ങ് കെട്ടിപ്പിടിക്കും. ഈ കെട്ടിപ്പിടിക്കുന്നതോടെ ഈ വരുന്ന ആളുകൾ കരയും. ഒന്നും പറയില്ല, പുറത്തും എല്ലാം തട്ടിക്കൊടുക്കും. ഈ വിഷയമില്ല, പ്രശ്നമില്ല, നോ പ്രോബ്ലം, തട്ടിക്കൊടുക്കും. ഒരു 2-3 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. ഇവരിങ്ങനെ കരഞ്ഞിട്ടാണ് ഇവരിറങ്ങിപ്പോകും. ഓസ്ട്രേലിയയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, സിഡ്നിയിൽ നിന്ന്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ആകെ കൂടി ആ മഠത്തിൽ നടക്കുന്ന കാര്യം അതാണ്. ആളുകൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ അനിവാര്യമായ സന്ദർഭത്തിൽ കയറേണ്ടി വന്ന ഒരു സന്ദർഭമാണ്. കയറുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് സാധനം വാങ്ങിക്കേണ്ടാത്തത് കൊണ്ട് ആളുകളെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ ആ സൈഡിൽ നിൽക്കുമ്പോൾ പ്രായമുള്ളൊരു സ്ത്രീ വന്നിട്ട് ചായ കുടിക്കുന്നു. അപ്പൊ അവർ ചായ കുടിച്ചിട്ടില്ല, അവരവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ നമ്മളവിടെ ചേർന്നിട്ട് ചെറിയ കാപ്പിയെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ എല്ലാം നമ്മുടെ അടുത്ത് വന്നിട്ട് അപ്പൊ നമ്മൾ കണ്ടപ്പോ എവിടുന്നാണ്, ആലപ്പക്കാരാണെന്നൊക്കെ പറഞ്ഞപ്പോ അന്ന് അടുത്തിരിക്കും ചേർന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ചായ കൊടുത്തപ്പോ ചായ കുടിക്കാൻ ചായ കൊടുത്തു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
സംസാരിക്കാന്ന് അവര് പിന്നെ ഇന്ന കുടുംബത്തിലായിരുന്നു, ഞാൻ 52 ഡിഗ്രി പാസ്സായതാണ്, അല്ല 57 ഡിഗ്രി പാസ്സായതാണ്, എന്റെ മകളോ ഓസ്ട്രേലിയയിലാണ്, അവിടെ ഇവിടെയാണ് ഇങ്ങനെ നമ്മൾ ചോദിക്കണം വേണ്ട, വളരെ കൂളായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവസാനം ഞങ്ങൾ അങ്ങോട്ട് ശരി നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞ് പോവാന്ന് ചോദിച്ചപ്പോൾ ഇത്രയും നേരം കണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇരുന്ന് ഇവർ സംസാരം നിർത്താറായി, മഗ്‌രിബ് ബാങ്ക് സമയമായപ്പോഴാണ് നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് സമയം ഇറങ്ങി. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ആരോടെങ്കിലും ഒന്ന് മിണ്ടാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരിക്കുന്നത്. ഇത് പ്രായമാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ മക്കൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ആളുകളെ പരിഗണിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മുശ്രിക്കുകൾ പറഞ്ഞവരെ ഏറ്റവും വലിയ അപവാദം എന്താണെന്നറിയോ? വയഖൂലൂന, സൂറത്ത് തൗബയിലായതാണ്, വയഖൂലൂന ഹുവ ഉദുൻ, ഈ മുഹമ്മദ് ഒരു ചെവിയാണ്. ചെവി എന്ന് പറഞ്ഞാൽ ആര് വന്നാലും മുഹമ്മദ് നബി ചെവി കൊടുക്കുമെന്നതാണ് എന്റെ കാരണം. ആർക്കും വന്ന് സംസാരിക്കാൻ പറ്റുന്ന, ആരെയും പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു ചെവിയുണ്ട്. അപ്പൊ മുശ്രിക്കുകൾ പറയാണ് വയഖൂലൂന ഹുവ ഉദുൻ, ഈ ചങ്ങായി ഒരു ചെവിയാണല്ലോ, ആര് പറഞ്ഞാലും കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാധനം. ഇതാണ് പ്രവാചകൻ. ഖുർആന്റെ മറുപടി ഖുൽ ഉദ്നു ഖൈരിൻ, അത് ചെറിയ ചെവിയല്ല, അതൊരു നന്മയുടെ ചെവിയാണ്. ആളുകളെ കേൾക്കുന്ന, ആളുകളെ പരിഗണിക്കുന്ന ചെവിയാണ്. ഈ പരിഗണന ഏറ്റവും അധികം ഡിസർവ് ചെയ്യുന്ന, ഏറ്റവും അധികം അർഹിക്കുന്ന ആളുകളാണ് നമ്മുടെ മക്കൾ. അവരൊരു നല്ല വസ്ത്രം ധരിച്ചാൽ, അവരൊരു ചിത്രം വരച്ചാൽ, അവർ നല്ലൊരു പാട്ട് പാടിയാൽ, അവരൊരു എന്തെങ്കിലും വർക്ക് ചെയ്താൽ, അവരേതെങ്കിലും വിഷയത്തിൽ പരാജയപ്പെട്ടാൽ, തോറ്റാൽ, മാർക്ക് കുറഞ്ഞാൽ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ കൊടുക്കുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതന്നെ സംഭവിക്കുള്ളൂ. അവരെ കേൾക്കാൻ കഴിയുന്ന ആളുകളുടെ കൂടെ അവർ ഇറങ്ങിപ്പോകും. ഒരു സംശയമൊക്കെ എടുക്കുകയാണ്. അവിടെ അവർ ജാതിയും മതവും ഒന്നും നോക്കൂല. എന്നെ കേൾക്കാൻ കഴിയുന്ന, എന്റെ വാക്കുകൾ കേൾക്കുന്ന, എന്നെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് പ്രത്യക്ഷത്തിൽ അവരെ തോന്നിപ്പിക്കുന്ന, അധികം തോന്നിപ്പിക്കലാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രണയങ്ങളിലെ ഏറ്റവും മൂലവൃത്തി എന്താണെന്ന് വെച്ചാൽ ആളുകൾ അവന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് തോന്നിപ്പിക്കുക ചെയ്യുന്നത്. നമുക്ക് മാതാപിതാക്കൾക്ക് തോന്നിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ മക്കളല്ലേ. അവരെ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ചെറിയ ഒരു കാര്യം പോലും നിങ്ങൾ നിസ്സാരമായി കാണിക്കരുത്. മക്കൾ ചെയ്യുന്ന ചെറിയ കാര്യത്തെ പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. അവരെ മുഖവിലക്കെടുക്കാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയുക എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്ന 2 സന്ദർഭങ്ങളുണ്ട്. അതെപ്പോഴാണെന്നറിയോ? അതിലൊന്നാമത്തെ സന്ദർഭം, മൂത്ത കുട്ടി ജനിച്ചു കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ കുട്ടി ജനിക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളും മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും? എല്ലാവരും രണ്ടാമത്തെ കുട്ടിയെ പരിഗണിക്കാൻ തുടങ്ങും. കാരണം ഇത് പുതിയ ന്യൂ ബോൺ ആണല്ലോ. അപ്പൊ അവരെ കളിപ്പിക്കുന്നു, അതിനെ ചിരിപ്പിക്കുന്നു. ചില ഉമ്മാമാര് അല്ലെങ്കിൽ ചില മുതിർന്നവര് വളരെ നിർദോഷമായി പറയും, ഇനി നിന്നെ ഒന്നും വേണ്ടടാ, ഞങ്ങൾക്ക് പുതിയ കുട്ടി വന്നിട്ടുണ്ടെന്ന്. എന്താ സംഭവിക്കാന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ഈ മൂത്ത കുട്ടിക്ക് ഒരു പുതിയ ശത്രുവിനെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഈ വീട്ടിൽ കിട്ടിയിരുന്ന എന്റെ പരിഗണന നഷ്ടപ്പെടുത്തിയവനാണ് ഇവനെന്നാണ് ആ കുട്ടി മനസ്സിലാക്കുന്നത്. മലയാളത്തിലൊരു സിനിമ ഈ തീമിൽ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയത് വെറുതെ ഇറങ്ങിയതല്ല, അതൊരു സംഭവം നടന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട സിനിമയാണ്. അപ്പുവിന്റെ വീട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. കാരണം മുതിർന്ന കുട്ടി മനസ്സിലാക്കുന്നത് എനിക്ക് ഈ വീട്ടിൽ പരിഗണന കിട്ടിയിരുന്നു, അവരെന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചിരുന്നു. പുതിയ ബേബി വന്നപ്പോഴേക്കും ഇതെല്ലാം സ്വാഭാവികമായും എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന കുട്ടി തിരിച്ചറിയുന്നൊരു സന്ദർഭമാണ്. രണ്ടാമത്തെ കുട്ടികൾ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്ന സന്ദർഭം അറിയോ? രണ്ടാമത്തെ സന്ദർഭം നമ്മുടെ വീട്ടിൽ പലപ്പോഴും നടക്കുന്നതാണ്. ആളുകളോട് താരതമ്യം ചെയ്ത് പറയും. ഒരു കുട്ടിയും അത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നോട് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ ഹുത്തുബ നടത്തി കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഹുത്തുബ ഇതിനു മുമ്പിൽ ഹത്യപ്പെട്ടാണ് ഭയങ്കര ഹുത്തുബയായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരാൾ ഇതിനേക്കാൾ വലിയ ഹുത്തുബാണെന്ന് പറഞ്ഞാൽ എനിക്കെന്താ തോന്നുക? മുതിർന്ന എനിക്കെന്താ തോന്നുക? അത് തന്നെ നമ്മുടെ മക്കൾക്ക് തോന്നും. അപ്പൊ നീ അപ്പുറത്തെ അവനെ കണ്ടുപിടിക്കുക, ഇപ്പുറത്തെ ഇവനെ കണ്ടുപിടിക്കുക. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവനെ മാതൃകയാക്കാൻ പറയുമ്പോൾ നമ്മുടെ കുട്ടി ശരിയാണല്ലോ, അവൻ നല്ല ഉഷാറാണല്ലോ, അവനെ പോലെ ആകുമെന്നാണ്. അങ്ങനെയല്ല സംഭവിക്കുക. നേരെ തിരിച്ചാ സംഭവിക്കുക. എന്റെ പരിഗണന എന്നിൽ നിന്ന് ഇല്ലാതാക്കിയത് അവനാണ്. എന്നെ പരിഗണിക്കാത്തതിന്റെ കാരണം അവളാണ് എന്ന ബോധം വളരെ കൃത്യമായി ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന വർത്തമാനമായി താരതമ്യം എന്ന് പറയുന്നത്. മക്കളെ താരതമ്യം ചെയ്യരുത്. കാരണം ലോകത്ത് ഒരു കുട്ടിയും ഒരേപോലെയല്ല, എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. ചില കുട്ടി മാത്സ് നന്നായി പഠിക്കും, ചില കുട്ടികൾ മാത്സ് തീരെ തിരിയില്ല.
അതവനെ പറഞ്ഞിട്ട് കാര്യമല്ല, അവന്റെ സംവിധാനവും ഘടനയും അങ്ങനെയാണ്. അപ്പൊ ആളുകളെ പരിഗണിക്കണമെങ്കിൽ വേർതിരിവ് കാണിക്കരുതെന്നാണ്. അതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു നിർദ്ദേശം എന്താ വെച്ചാൽ, നമുക്കറിയാം മക്കൾക്ക് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ അനന്തര സ്വത്ത് വീതം വെക്കും അല്ലെ. വീതം വെക്കുമ്പോ ഇസ്ലാമില് 36 സന്ദർഭങ്ങളിൽ അനന്തര സ്വത്ത് വീതം വെക്കുന്ന രീതിയുണ്ട്. അതില് ആണിന് പെണ്ണിനേക്കാൾ ഇരട്ടി കിട്ടുന്ന 4 സന്ദർഭങ്ങളേ ഉള്ളൂ. വെറും 4 സന്ദർഭങ്ങളിൽ മാത്രമാണ് ആണിന് പെണ്ണിനേക്കാൾ ഇരട്ടി കിട്ടുന്നത്. ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ ആണും പെണ്ണും തുല്യമോ അല്ലെങ്കിൽ പെണ്ണിനേക്കാൾ മേലെ ആണ് നിൽക്കുന്ന സന്ദർഭമാണ്. അതേസമയം ഈ 4 സന്ദർഭങ്ങൾ ആളുകൾ എടുത്തു പറയാം. അതേത് സന്ദർഭം? ഒന്ന്, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഇരട്ടി ലഭിക്കും. അതിന് കാരണം ആൺകുട്ടികളാണ് വീടിന്റെ ചെലവും കുടുംബത്തെ പാരമ്പര്യം. ഈ പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ഈ ഓഹരിയും കിട്ടും, അവളെ വിവാഹം കഴിച്ച് വിടുന്ന കൂടി ഭർത്താവിന്റെ ഓഹരിയും അവർക്ക് കിട്ടും. അതാണ് എന്റെ കാരണം. പക്ഷെ അതേസമയം അള്ളാഹുന്റെ റസൂല് പറയാണ്, അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ അങ്ങനെ പരിഗണിക്കുമെങ്കിൽ അതേസമയം ജീവൻ ഉണ്ടായിരിക്കെ, ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കെ എന്റെ മക്കൾക്ക് എന്റെ സ്വത്ത് വീതിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ആണിനും പെണ്ണിനും തുല്യമായി കൊടുക്കണം എന്നാണ് ദീനിന്റെ കാഴ്ചപ്പാട്. അതാണ് ശരീഅത്തിന്റെ നിയമം. മനസ്സിലായോ എനിക്ക് പറഞ്ഞത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹാണ് ഓഹരി വെക്കുന്നത്. അള്ളാഹ് ഓഹരി വെക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞ ആണിനെ പെണ്ണിനേക്കാൾ ആണിനെ ഇരട്ടി കൊടുക്കണം, എന്റെ മക്കൾക്ക് ഇരട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു. അതേസമയം ഒരാൾ ജീവിച്ചിരിക്കെ തന്റെ സമ്പാദ്യം വീതം വെക്കുമ്പോൾ ആൺ പെൺ വിഭജനം ഉണ്ടാവരുത്, എല്ലാവർക്കും തുല്യമായി വീതിക്കണം. ഒരു മകനെ കുറിച്ച് പ്രയാസമുള്ളവളാണെങ്കിൽ, ഒരു മകളെ കുറിച്ച് പ്രയാസമുള്ളവളാണെങ്കിൽ മറ്റുള്ളവരുടെ കൺസെന്റ് വേണം അവർക്ക് കൊടുക്കുന്നതിന് എന്നാണ് ദീന് പഠിപ്പിക്കുന്നത്. അത്രത്തോളം അപകടന അവർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല, അവർക്കിടയിൽ ഒരു വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല എന്ന് റബ്ബ് പഠിപ്പിക്കുന്നു. ഇപ്പൊ രണ്ടാമത്തെ കാര്യം പരിഗണന ഉണ്ടാവുക എന്നുള്ളതാണ്. ദീന് പഠിപ്പിച്ച മൂന്നാമത്തെ കാര്യം മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. എന്താ മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടാന്ന് പറഞ്ഞാൽ ഇവർ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? കുട്ടികളിങ്ങനെ വളർന്നു വരുമ്പോ, ഇപ്പോ ഞാൻ ഒരിക്കൽ പറയണ്ട, എല്ലാം പണമാണ്. പണം കൊടുത്താൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അവന്റെ ധർമ്മം എന്ന അർത്ഥത്തിൽ ചെയ്യേണ്ടത് പോലും പൈസ കൊടുത്ത് ചെയ്യും. വൃദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ മതി, അവരെന്ത് ചെയ്യും? വൃദ്ധസദനം തുറന്നു വരും. അവർ പറയും നിങ്ങൾ നോക്കണ്ട, അവൻ വൃദ്ധസദനത്ത് കൊണ്ടാക്കിയാൽ മതി എന്ന് പറയും. ചെറിയ കുട്ടികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഉമ്മയുടെ മടിത്തട്ടിൽ ഇരുന്ന് ഉമ്മയോട് കൊഞ്ചിക്കുഴഞ്ഞ് അടുക്കളയിൽ കയറി അവിടെ കയറി ഇവിടെ കയറി എല്ലാം നമ്മൾ വിചാരിക്കും സൗകര്യം പരിഗണിച്ച് ഈ ഡേ കെയർ സെന്ററിൽ കൊണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സാന്നിധ്യം ഈ കുട്ടി അനുഭവിക്കില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹോസ്റ്റലുകളിൽ കൊണ്ടുപോയി മക്കളെ കൊണ്ടാക്കും. കുറച്ച് മുതിർന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഒരു കാലത്ത് ഹോസ്റ്റലിൽ വിടുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ ഞാൻ പറയുന്ന ഒരു പ്രൈമറി സ്കൂൾ കഴിയുന്ന ഘട്ടത്തിന് മുമ്പായിട്ട് മക്കളെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന ഈ ഹോസ്റ്റലിൽ വിടുന്നവർ ചെയ്യുന്നത് വലിയ ദുൽമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്താ ദുൽമെന്ന് ചോദിച്ചാൽ, അവർ അനുഭവിക്കേണ്ടുന്ന മാതാവിന്റെ സാന്നിധ്യം, അവർ അനുഭവിക്കേണ്ടുന്ന പിതാവിന്റെ സാന്നിധ്യം നമ്മൾ ബോധപൂർവ്വം ഇല്ലാതാക്കല്ലേ ചെയ്യുന്നത്. ഇതൊരു വലിയ ദുൽമാണ്. അത് അവരുടെ അവകാശമാണ്, മക്കളുടെ അവകാശമാണ്. മാതാവിന്റെയും പിതാവിന്റെയും സാന്നിധ്യം അവർക്കുണ്ടാവുക. നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത് വെച്ചാൽ, പാപ്പ രാത്രി ആർക്ക് കയറി വരിക, രാത്രി പാപ്പ കയറി വരുമ്പോഴേക്കും മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും. പിറ്റേന്ന് ഇയാൾ ഉറക്കമാണത് ലൈവ് ആകുമ്പോഴേക്കും മക്കൾ മദ്രസയിലോ സ്കൂളിലോ പോയിട്ടുണ്ടാവും. ഇവർ തമ്മിൽ കാണാനുള്ള അവസരമൊന്നുമില്ല. ആ കൂടി കാണുന്ന ഒരു അവസരം ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം സ്കൂളില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മദ്രസ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മദ്രസയിൽ പോയി കഴിയുമ്പോൾ പാപ്പ ഒന്ന് ലൈവ് ആകും. അന്നത്തെ ദിവസം പാപ്പ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വരും വീട്ടില്. ഒരു ദിവസം വീട്ടിൽ ഉച്ചയ്ക്ക് ഇറച്ചി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ കുട്ടി ഉമ്മയോട് ചോദിക്കുന്നത്, അല്ല ഈ ഞായറാഴ്ച ഇറച്ചി കൊണ്ടുതരുന്നൊരു കാക്ക ഉണ്ടായിരുന്നില്ല, മൂപ്പരിപ്പൊ കാണുന്നില്ലല്ലോ. സ്വന്തം പാപ്പനെ കുറിച്ച് ചോദിക്കുന്നത്. തമാശ ഉണ്ടാകാം, ഞാൻ പറയുന്നത് വളരെ പ്രധാനം. മാതാപിതാക്കളുടെ ബാധ്യതയാണ് അവരുടെ സാന്നിധ്യം ഉറപ്പെടുത്തുക. ചിലപ്പോൾ ശരിയാണ്, ചില നിർബന്ധ സാഹചര്യങ്ങൾ മാതാവിനോ അല്ലെങ്കിൽ പിതാവിനോ വിട്ടു നിൽക്കേണ്ടി വരും. പക്ഷെ അത് അനുഭവിപ്പിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പാപ്പ ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോ മോനാ ഫോൺ എടുത്തേക്ക് നീ ഉമ്മ കൊടുക്ക്. എന്താ പാപ്പക്ക് മാനോടൊന്നും പറയാനില്ലേ? എന്നിട്ട് ഉമ്മയോട് ചോദിക്കും, കെട്ടിയോട് ചോദിക്കും, മോൻ അവൻ സ്കൂളിൽ പോയാൽ പഠിച്ചോ എന്നൊക്കെ. എന്നിട്ട് മൂപ്പരത്തെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കും, കടവും പറഞ്ഞ് ഫോൺ വെക്കും. ഈ മക്കളോ? അപ്പം ഈ മക്കൾക്ക് മാതാപിതാക്കളുടെ സാന്നിധ്യം അനുഭവിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത്
വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് അൽ ഉമ്മു മദ്റസത്തുൻ അദത്തഹ അദത്ത ജീലൻ തയ്യിബൽ അറാഖി, ഉമ്മയുടെ മടിത്തട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിദ്യാലയം എന്ന് പറയുന്നത്. ഇന്ന അദത്തഹ അദത്ത ജീലൻ തയ്യിബൽ അറാഖി, ആ മടിത്തട്ട് വൃത്തിയുള്ളതാണെങ്കിൽ അവിടെ വളർന്ന കുട്ടികൾ വൃത്തിയുള്ളവരായിട്ട് വളരും, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ നമ്മുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും അവസാനമായി ദീന് പറഞ്ഞത് മക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. റസൂൽ പറഞ്ഞത് മാനസികവും ശാരീരികവുമായ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോക്ക്. നമുക്കറിയാം, നമ്മൾ പറയുന്ന ഈ മക്കയിലോ മദീനയിലോ ഒന്നും നമ്മുടെ നാട്ടിലെ പോലെ കുളവോ പുഴയോ ഒന്നും ഇല്ല. ആകെ കൂടിയുള്ളത് കടലിന്റെ ഒരു ഭാഗം അതിർത്തി വരുന്നുണ്ട്. എന്നിട്ട് റസൂൽ പറയാണ് അല്ലിമു സിബിയാനകും സിബാഹ, നിങ്ങളുടെ മക്കളെ നീന്താൻ പഠിപ്പിക്കണം. വരിബായ, അവരെ അമ്പയ്യാൻ പഠിപ്പിക്കണം. വറുക്കൂബൽ ഖൈലി, കുതിരയിൽ സവാരി ചെയ്യാനുള്ള ശീലം ഉണ്ടാക്കണം. അതവരെ പഠിപ്പിക്കണം. അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കണം. അവരുടെ ആരോഗ്യത്തിന് തലവേ. ഇത് മക്കൾ സൈക്കിൾ തൊട്ടാൽ കൂടില്ല. സൈക്കിൾ ഓടാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ സൈക്കിളും വാഹനവും ഒക്കെ ഓടാൻ പഠിപ്പിക്കണം. പ്രായമാകുമ്പോൾ പഠിപ്പിക്കണം. അവരെ നീന്താൻ പഠിപ്പിക്കണം. അവരെ അമ്പയിച്ച് പഠിപ്പിക്കണം. ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അവർക്ക് ഉണ്ടാകണം. റസൂൽ പറയുന്നുണ്ട് മക്കളെ വീട്ടുജോലിയിൽ നമ്മളിപ്പോ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഈ സ്കൂളിൽ പോകാൻ നേരത്ത് എപ്പോഴും വീട്ടിൽ കാണുന്ന രംഗം എന്താ വെച്ചാൽ ഇവന് അല്ലെങ്കിൽ വന്നിട്ട് ഉമ്മന്റെ ബാഗ് എവിടെ, ഉമ്മന്റെ ഷൂസ് എവിടെ? കാരണം ഇന്നലെ തലേന്നെ കൊണ്ടുപോയിട്ട് ഇവൻ ബാഗ് എവിടെ ഇട്ടിട്ടുണ്ടാവും, ബുക്ക് അവിടെ വേറെ ഇട്ടിട്ടുണ്ടാവും, ഷൂസും സോക്കും ഒക്കെ വേറെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടാവും. ഇത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടല്ലേ? എന്താ പഠിപ്പിക്കേണ്ടത്? മക്കൾ വരുമ്പോൾ വീട്ടിൽ ജോലികൾ പഠിപ്പിക്കുക എന്നുള്ളത്. അവന്റെ ബാഗ് എവിടെ വെക്കണം, മുഷിഞ്ഞ വസ്ത്രം എവിടെയാണ് ഇടേണ്ടത്. അവന് അലക്കാൻ പഠിപ്പിക്കേണ്ടതില്ല, പക്ഷെ മുഷിഞ്ഞ വസ്ത്രം എവിടെ ഇടണം. ഇത് കണ്ടിട്ടുണ്ടാവും ഈ ബാത്റൂമിന്റെ വാതിക്കൽ ഇവന്റെ ചട്ടി ഇങ്ങനെ കുട്ടി ഇങ്ങനെ അതൊരു മൂലക്കെടുന്നുണ്ടാവും. അവരൊരു തുണി പാൻറ് ഒക്കെ മുഷിഞ്ഞ അവിടെ ഇട്ടിട്ടുണ്ടാവും. നമ്മളിത് വീട്ടിൽ നിന്നല്ലാതെ എവിടെ പഠിപ്പിക്കുന്നത്? ചെറിയ ചെറിയ ജോലികൾ. കുട്ടികളെ ഭക്ഷണം ചെയ്യാൻ അടുക്കള പാചകം കയറിയ മുറങ്ങി ഇവിടെ അതൊക്കെ ഞാൻ നോക്കണം പറയും. അല്ല, അവർക്ക് സ്വന്തമായ ഒരു ചായ ഉണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനും അവരും പഠിക്കണ്ടേ? അവരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തപ്പെടില്ല. നമ്മുടെ പെൺമക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒരു പരാതി എന്താ? പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഞാൻ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുക, എനിക്കിതൊന്നും അറിയില്ല. എന്നൊന്നും അറിയത്തിന്റെ കാരണം ആരാ? ഇനി പെൺകുട്ടി മാത്രമല്ല, ആൺകുട്ടികൾക്കും അടുക്കളയിൽ കയറാനും പാചകം ചെയ്യാനും അത്യാവശ്യം തിരുമ്മൽ കൂടി അവനവന്റെ വസ്ത്രം അലക്കാൻ, അവൻ കഴിച്ച പാത്രത്തിന്റെ പ്ലേറ്റ് കഴുകാൻ ഒരാളും വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് വീട്ടിൽ പറ്റുന്ന പണിയാണ്. അവനെ നീ ഭക്ഷണം കഴിച്ചാൽ നിന്റെ പാത്രം നീ തന്നെ കഴുകണം. അതിനെന്താ പ്രശ്നം? എന്താ? ഒരു വള ഇടിഞ്ഞു പോലെ അത് ഉമ്മ തന്നെ എല്ലാം പറക്കിക്കൊണ്ട് പോയി കഴുകണം എന്നൊരു വ്യവസ്ഥയൊന്നുമില്ല. റസൂലുള്ളാഹി പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് ജീവിച്ച് വളർന്നു വരാൻ ആവശ്യമായ ശീലങ്ങൾ, അതിനാവശ്യമായ ആത്മവിശ്വാസം, കരുത്ത് കൂടി നമ്മൾ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കുട്ടികൾ നോ എന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കേൾക്കണം. ഇവന് ഏതൊരു കോലത്തിന് മുടി വെട്ടിക്കൊണ്ട് വീട്ടിൽ വന്നപ്പോ ആ കുട്ടികളല്ലേ നമ്മൾ വിചാരിക്കേണ്ടതല്ല. അവനെ നീ ഇങ്ങനെ വെട്ടാൻ പാടില്ല എന്ന് അവന് പറയണം. അല്ലെങ്കിൽ ഇങ്ങനെയല്ല വെട്ടേണ്ടത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശിക്ഷ കൊടുക്കാനും കഴിയണം. അവനിടുന്ന വസ്ത്രം അവൻ പറഞ്ഞു പാപ്പ എനിക്കിഷ്ടമുള്ള വസ്ത്രം ഞാൻ തന്നെ എടുത്തില്ല. വരുമ്പോൾ കാണാം ഈ പിന്നെ മുനിസിപ്പാലിറ്റിക്കാർ ഉപയോഗിക്കുന്ന ചൂലിന്റെ വീതിയുള്ള പാൻറ്റും വഴി പോകുന്ന അഴുക്ക് മുടിക്കാൻ കൊണ്ടുപോകുന്ന പാൻറ്റും ഇട്ടുകൊണ്ട് വരും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ വളരെ ചെറുതാണല്ലോ, അവർ ഇപ്പോഴതായിരുന്നു വെക്കാനാണ്. അങ്ങനല്ല. നമ്മുടെ മക്കൾ നമ്മുടെ വായിൽ നിന്നോ കേട്ടിട്ടില്ലെങ്കിൽ, എല്ലാത്തിനും യെസ് യെസ് എന്ന് അങ്ങനെ ആകട്ടെ എന്നാ ഇങ്ങനെ ആകട്ടെ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇവർ നോ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? അവര് അതനുസരിച്ച് പെരുമാറും. ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ടീച്ചർ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്തു. അമ്മ മൊബൈൽ മാറ്റി വെച്ചതിന്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? അത്തരമൊരു സന്ദർഭം, ഒരു നോ എന്ന് കേൾക്കുന്ന ഒരു ശീലം, നോ എന്ന് കേൾക്കാനുള്ള ഒരു അനുഭവം, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം, ഇത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വസ്ബിർ അലാ മാ അസാബക, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ധൈര്യത്തോടു കൂടി അഭിമുഖീകരിക്കാനുള്ള ശേഷി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അവസാനിപ്പിക്കുന്നത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതാണ്. ഈ ഖുത്ബ തുടങ്ങിയപ്പോൾ ഖുർആൻ ഓതി വെച്ചു. ആ ആയത്ത് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടി ഒരു മാതാവിന്റെയും പിതാവിന്റെയും പ്രാർത്ഥന. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ, അല്ലാഹു എന്റെ മക്കളെ നീ കൺകുളിർമയാക്കണം, സ്വർഗത്തിൽ അവർ എന്നോടൊപ്പം ഉണ്ടാകണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങൾ നല്ല ആളുകളുടെ മാതൃകയായി ഞങ്ങളെ നീ മാറ്റണമേ.
നല്ല ആളുകളുടെ മാതൃകയാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ബാപ്പയും ഉമ്മയും ചേർന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കൾ പ്രാർത്ഥിക്കുന്നു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചവനെ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ, അവർ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ. ഞാൻ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു ഈ പ്രാർത്ഥന മക്കളുടെ ചെറുപ്പത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനയാണെന്നാണ്. അത് മാത്രമല്ല എൻ്റെ പ്രശ്നം. ആ പ്രാർത്ഥന വേറൊരർത്ഥം കൂടിയുണ്ട്. നിങ്ങൾ ആ പ്രാർത്ഥന അർത്ഥം വായിച്ചു നോക്കിയാൽ, അള്ളാഹുവെ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണമേ, ചെറുപ്പത്തിൽ അവർ എന്നെ പോറ്റി വളർത്തിയതുപോലെ. നമ്മൾ ചെറുപ്പത്തിലെ മക്കളെ പോറ്റി വളർത്തിയത് നല്ല രീതിയിലല്ലെങ്കിൽ ആ പ്രാർത്ഥന അർത്ഥം എന്താണെന്ന് ആലോചിച്ച് നോക്കി. ആ പ്രാർത്ഥന അർത്ഥം എന്താ? അള്ളാഹുവെ, അവർക്ക് നീ ശിക്ഷ കൊടുക്കണമേ എന്നും കൂടിയാണ് ആ പ്രാർത്ഥിക്കുന്നത്. എന്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ പോറ്റി വളർത്തി അങ്ങനെ നീ അവർക്ക് കൊടുക്കേണ്ടതുള്ളതാണ്. എന്നെ പോറ്റി വളർത്തിയത് മര്യാദക്ക് ദീനും ഇസ്ലാമും പഠിപ്പിച്ചിട്ടല്ല, എന്നോട് നോ പറഞ്ഞിട്ടില്ല, എന്നോട് എന്റെ എല്ലാ വേണ്ടാധീനങ്ങൾക്കും യെസ് മൂളിയ ആളുകളായിരുന്നു. അതുകൊണ്ട് നീ അതുപോലെ അവർക്ക് കരുണ ചെയ്യാവൂ എന്ന് പറയുന്നത് കൂടിയാണ് ആ പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളുടെ പ്രാർത്ഥന ലഭിക്കണമെങ്കിൽ, ആ പ്രാർത്ഥന ഗുണകരമായി വരണമെങ്കിൽ മക്കളെ വളർത്തുന്നതിന് വളരെ ഗൗരവമുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ വീഴ്ചകൾ പുറത്തു മാറാകട്ടെ.